ഇന്നിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ച ബെന്നി തൊടുകയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പ്രിയപ്പെട്ട വികാരിയച്ഛ, കൈക്കാരന്മാര്, കമ്മിറ്റിക്കാര്, കോർഡിനേറ്റർ, ഈ ചാവറ വാർഡിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, വളരെ മനോഹരമായി ഇന്നത്തെ ദിവസത്തെ അണിയിച്ചൊരുക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായ കലാപരിപാടികൾ നിങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം ചാവറ പിതാവിനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക 3 കാര്യങ്ങളാണ്. ഒന്ന്, പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആ ഒരു കാഴ്ചപ്പാട്. മറ്റൊന്ന്, സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞി വിതരണം. എല്ലാറ്റിനും ഉപരിയായി സമത്വം നിലനിർത്തുന്നതിന് വേണ്ടി കുട്ടികൾക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന യൂണിഫോം. ഈ 3 എണ്ണവും ചാവറ പിതാവ് കേരള സമൂഹത്തിന് നൽകിയിരിക്കുന്ന സംഭാവനകളാണ്. ഒപ്പം നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളൊക്കെ മറന്നു പോകുന്ന ഒന്നാണ് ചാവറ പിതാവിൻ്റെ നാമം. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതും ചാവറ പിതാവാണ്. നമുക്ക് വേണ്ട നവോത്ഥാനം മാത്രമല്ല, ഇന്ന് സമൂഹത്തിൽ കാണുന്ന വിദ്യാഭ്യാസം എന്ന ആ ഒരു സംവിധാനം സ്കൂളുകളിലേക്ക് യൂണിഫോമോട് ചേർന്ന്, ഉച്ചക്കഞ്ഞിയോട് ചേർന്ന്, പള്ളിയോട് ചേർന്ന് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി സമൂഹത്തെ പാകപ്പെടുത്തിയെടുത്തത് ചാവറ പിതാവാണ് എന്ന സത്യം നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അവർ വിചാരിക്കും നമ്മളിന്ന് കാണിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ നമ്മളിന്ന് കാണുന്ന മറ്റു പല നവോത്ഥാന നായകന്മാരായിരിക്കാം ഈ ഒരു സംവിധാനം കൊണ്ടുവന്നത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് പല കാലഘട്ടങ്ങളിലും ക്രിസ്തീയ നേതാക്കന്മാരൊക്കെ തമസ്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും ഒപ്പം നമ്മളും അറിയേണ്ട കാര്യങ്ങളാണ്. നമുക്ക് മുമ്പേ കടന്നുപോയ ക്രൈസ്തവ മിഷണറിമാർ ആരൊക്കെയാണ്, നമുക്ക് നൽകിയിരിക്കുന്ന സംഭാവനകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ അറിയണം, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ള അവസരങ്ങളാണ് അതിന് ഏറ്റവും പറ്റിയ വേദികൾ. ഇവിടെ വളരെ മനോഹരമായിട്ട് ചാവറ പിതാവിൻ്റെ ചരിത്രം ഇവിടെ അവതരിപ്പിച്ചു. അത് ഈ വാർഡിൻ്റെ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ഭാഗമാണ്. മറ്റൊന്ന്, അച്ഛൻ പറഞ്ഞു വെച്ചു, നമ്മളുടെ ഒക്കെ പേരിൻ്റെ മധ്യസ്ഥൻ ആരാണ്. ആ പേരിൻ്റെ മധ്യസ്ഥനെ കണ്ടുപിടിക്കുമ്പോൾ ആ ഒരു ചരിത്രവും നമ്മൾ അറിഞ്ഞിരിക്കണം. അതും നമ്മുടെ വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയും വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നന്മയുടെ ഒരു ഉറവിടം കൂടെയാണ്. അങ്ങനെയുള്ള സംഭവങ്ങളെ ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ ഈ വാർഷികാഘോഷം അതിൻ്റെ പൂർണ്ണതയിൽ ഇന്ന് നടത്തുകയാണ്. ഈ വാർഡിനെ സംബന്ധിച്ച് 2ാമത്തെ വാർഷികമാണ്. ഒന്നിനേക്കാൾ മെച്ചമായിട്ട് തന്നെയാണ് നിങ്ങൾ അവതരിപ്പിക്കുക. കാരണം ഇന്ന് കഴിഞ്ഞ കൊല്ലത്തെ കഴിഞ്ഞ് ഒത്തിരിയേറെ കലാപരിപാടികളുണ്ട് എന്ന് ഞങ്ങൾ വന്നപ്പോഴേ തന്നെ ഇവർ പറഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഫസ്റ്റിലെ തന്നെ അവർ അവതരിപ്പിച്ച രംഗപൂജ. കുട്ടികൾ ഒത്തിരി കൂടുതലൊന്നും ഈ വാർഡിലില്ല, അവതരിപ്പിച്ചവർ തന്നെയാണ് പല പരിപാടികൾ അവതരിപ്പിക്കേണ്ടി വരുന്നതെന്ന് അവരെന്നോട് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് എങ്കിലും തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ കഴിവുകളെ അതിൻ്റെ പരിപൂർണതയിൽ കോർത്തിണക്കിക്കൊണ്ട് എല്ലാവിധ കഴിവും പുറത്തെടുത്തുകൊണ്ട് ഈ കൂട്ടായ്മ വളരെ മനോഹരമായ രീതിയിൽ ഈ വാർഡ് വാർഷികം ഇവിടെ നടത്തുമ്പോൾ MSMI കോൺവെന്റിലെ എല്ലാ സിസ്റ്റേഴ്സിൻ്റെയും MLF കോൺവെന്റിലെ എല്ലാ സിസ്റ്റേഴ്സിൻ്റെയും ഇടവക സമൂഹത്തിൻ്റെയും ആശംസകൾ സ്നേഹപൂർവ്വം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു മദർ. അടുത്തതൊരു സിനിമാറ്റിക് ഡാൻസ് ആണ്.